വായിക്കാമോ? എന്തോ ഇഴഞ്ഞു നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ഇപ്പൊ കാണാമോ? കാണാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. എപ്പ തരും? ഒരാഴ്ചയാവും. എത്ര രൂപയാവും? 1800. നേരെ നോക്കി നടക്കണോ? ഈ പഴം എന്താ വില? പഴം ഇവിടെ അല്ല, ആ കടയില. ഓ, പഴഞ്ചെരിപ്പാ. എന്താ ഇത്? എന്ത് വേണ്ട? ഒരു പഴം, ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഓ, ഇത്ര നീളോ? സുലൈമാനെ, രാഘവന് ചായ കൊടുത്തേ. മധുരം ഇട്ടിട്ടില്ലല്ലോ. നിങ്ങക്ക് ഷുഗർ ആണെന്ന് ഞമ്മക്കറിയൂലേ? അല്ല, നിങ്ങളെ മുതലാളി ഇതാ വരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഇത് എവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ? ആ തിരക്കിന്റെ ഇടയെന്നൊക്കെ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിൽക്കാന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്തോ? രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി, എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടോ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ? അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ, നിങ്ങളെയല്ല വിളിച്ചത്, പളനിമല ആണ്ടവനെയാ. അയ്യോ പാവം, ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുട്ടേക്കാ പോക്കരെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യം. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക, ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ? വെറുതെ വെച്ചടക്കാ തെണ്ടി. ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി. എന്നെ തെണ്ടിന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരോ നോക്കൂലൻ. പരിപ്പടക്കറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അപ്പനെട്ടറി ഞാൻ മേലായി തന്നെ, മനസ്സിലായോ? പടച്ചോനെ, അനക്ക് ഇത് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായെന്ന് പറ വേല. ഇതാ പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ, ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? അപ്പൊ ഇനി 2 മാസം കഴിഞ്ഞ് പോയാ പിന്നെ ഇങ്ങോട്ട് വരികയില്ല. അല്ല, ഇനിയിപ്പോ പോയില്ലാന്ന് വെക്കാ, അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യടാ, പോയിട്ടില്ലെങ്കിൽ പിന്നെ അസലായി. എനിക്ക് പഠിക്കാനുള്ളതാ. പഠിച്ച് ഡിഗ്രി എടുത്ത് ഒരു വലിയ ഡോക്ടർ ആവണം, എന്റെ അച്ഛനെ പോലെ. നിന്റെ അച്ഛൻ ഡോക്ടറാ? പിന്നെ അതറിയില്ലേ?
ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ഡോക്ടർ എന്റെ അച്ഛനാ. എന്താ പേര്? ഡോക്ടർ മാധവൻ, BSc MBBS. അപ്പൊ നിങ്ങളുടെ വീടൊക്കെ ടെറസാവൂല്ലേ? അതെല്ലോ. കാറൊക്കെ ഉണ്ടോ വീട്ടില്? എന്ത് നിറ? ചുവപ്പ് മാരുതി സെൻ. വേറെന്തൊക്കെയുള്ള ഈ പഞ്ഞിക്കെട്ട് പോലത്തെ രോമുള്ള നായ്ക്കുട്ടിയൊക്കെ ഉണ്ടോ? നായ്ക്കുട്ടിയുണ്ട്, ഫോണുണ്ട്, പിന്നെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ആ പിന്നെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഡ്രൈവറും കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ആട്ടെ, രമേശന്റെ വീട്ടിൽ എന്തൊക്കെയുള്ളത്? എന്റെ വീട്ടില് അത് പിന്നെ നോണ പറയാൻ പാടില്ല കേട്ടോ. ഇല്ല, എന്റെ വീട്ടില് ഞാൻ അത് പിന്നെ എന്തിനാ മടിക്കണേ? പറഞ്ഞോളൂ. എന്റെ വീട്ടിലൊന്നുമില്ല. ആകെ ഒരു മണ്ട സൈക്കിളുണ്ട്, പിന്നെ പിന്നെ കുറെ പപ്പടപ്പൊടിയുണ്ട്. ഞങ്ങളൊക്കെ പാവങ്ങളാ. എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് 1 വയസ്സുള്ളപ്പോഴത്ര അച്ഛൻ മരിക്കണേ. അമ്മയ്ക്ക് 2ാമത് കല്യാണം കഴിഞ്ഞു. അതിൽ കുട്ടികൾ വേറെ ഉണ്ട്. ചെറിയച്ഛൻ എന്നും എന്നെ വെറുപ്പാ. എന്നെ തീരെ ഇഷ്ടമല്ല. എപ്പോഴും എന്നെ ചീത്ത പറയും. വിഷമായില്ലേ? സാരില്ല, എല്ലാവർക്കും അവരവരുടേതായ കഷ്ടപ്പാടും സങ്കടങ്ങളും ഒക്കെയുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കണ കുറെ സ്വപ്നങ്ങൾ മാത്രമാണ്. രമേശിനെ പോലെ തന്നെയാ ഞാനും. എനിക്ക് 2 അനിയത്തികളാ. അച്ഛനെ കൊണ്ട് ഒരു കാര്യമില്ല. ഓർമ്മ വച്ച മുതല് വീട്ടിലെന്നും അമ്മയായിട്ട് ബഹളമാണ് അച്ഛൻ. ഒരിക്കല് അച്ഛന്റെ അടി കൊണ്ട് അമ്മ സുഖമില്ലാതെ കിടപ്പിലായി. പിന്നെ അമ്മയെ ശുശ്രൂഷിക്കാനും വീട്ടിലെ പണിക്കുമായിട്ട് എന്റെ പഠിപ്പ് നിർത്തി. കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോണ കാണുമ്പോ സങ്കടം സഹിക്കാണ്ട് കുറെ കരയും. എപ്പോഴോ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കണം. ഒരു ദിവസം മാഷി വീട്ടിൽ നേരിട്ട് വന്ന് എന്നെ വീണ്ടും പഠിപ്പിക്കണമെന്ന് അച്ഛനെ നിർബന്ധിച്ചു. ഇന്ന സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഞാനാ. എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും ശരി, എനിക്ക് പഠിക്കണം. പഠിച്ചൊരു ഡോക്ടർ ആവണമെന്ന ആഗ്രഹം. നടക്കുമെന്നറിയില്ല. തീർച്ചയായും നടക്കും. വലിയ ഡോക്ടറൊക്കെ ആയാല് നമ്മളെയൊക്കെ ഓർക്കുവോ? ഓർക്കും. സ്കൂളിൽ പഠിക്കാത്ത ഈ കാക്കക്കുറുമ്പനെ മറക്കില്ല. ഇനി അതും കൂടെ ഒടിയാനുള്ളൂ. മുടിയാനായിട്ട് നീ പോ. പലിശക്കാരൻ കുഞ്ഞുണ്ണിയല്ല, അവന്റെ താത്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായുധന്റെ രോമം പിഴാൻ പറ്റില്ല. വേലായുധം വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിൽ ഇരിക്കുക. അവൻ ആശുപത്രി വരട്ടെ. എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമോന്ന് നമുക്കൊന്നും അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആസ്പത്രിയില്. ഇത് മഴ പെയ്യണോ? ഇല്ലല്ലോ. ഒരു ഉപ്പ് രസം. എന്താ മരപ്പെട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ. ബാക്കി കാര്യമൊക്കെ പിന്നെ എന്താ വേല ഇതാ? വീട്ടിൽ ഇതിലൊന്നും സൗകര്യം ഇല്ലേ? തൂറിയതൊന്നുമല്ല, പിന്നെ ഒളിച്ചതാ രക്ഷപ്പെടാൻ. എന്നെ ഭയങ്കര പേടിയാ. നീ പോടാ. ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരുകി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. ആ, മോളിൽ ഒരാൾ ഉണ്ടെന്നുള്ള ബോധം വേണം. അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. മേലിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കെന്നറിയില്ല. മഹാ തിരുമാലിയാ. വാടോ. അല്ല, ഇവിടെ വല്ലാത്തൊരു വാട. വേലാതിന് വയറിളകി കാണും. ആ വാ. മരപ്പട്ടി. നന്നായിട്ടുണ്ടല്ലോ. ഇത് സ്വർണ്ണം വെക്കിയതാ? പിന്നെ ഇത്തിരി പൊളിക്കും. ഇതേ അസല് സ്വർണത്തിന്റെ. എവിടെ നോക്കട്ടെ? വേണ്ട വേണ്ട, അങ്ങനെ നോക്കണ്ട. ഇങ്ങനെ കണ്ടാ മതി. ഇതൊരാൾക്കും കൊടുക്കരുതെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കണേ. ഓ പിന്നെ ഒന്ന് നോക്കട്ടെ പെണ്ണെ. എന്താ വിളിച്ചേ? പെണ്ണേന്നോ? അതെ. ഇങ്ങോട്ട് താടി. നോക്കട്ടെ, നോക്കട്ടെ.
ഞാൻ നോക്കട്ടെ. കണ്ണി കണ്ടവന്മാരുമായിട്ട് കൂട്ടാൻ പിടച്ചു പോയാല് ചോദിച്ചോളേ. നാട് മുഴുവൻ പെണ്ണിനെ കയറൂരി വിട്ടിട്ട് ഇപ്പൊ ഒന്നും അറിയാൻ മേത്തര എന്നോട് ചോദിക്കാം. ഞാൻ നിന്റെ മോളെ അവിടെ കൊണ്ടാക്കി തരാം. പിന്നെ തല്ലുവോ കൊല്ലോ എന്ത് വേണം ചെയ്തോ. ഇവിടെ വെച്ച് വേണ്ട. നീ ഇപ്പൊ പോ. ചേട്ടോ എന്തായോ ചേട്ടാ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. അവന്റെ കൊരവള്ളിയെ മുറിക്കാം. വേണ്ട, നീ ഇപ്പൊ വീട്ടിൽ പോ. ഞമ്മനെ ഫ്രീ ആയിട്ട് മുറിച്ചു തരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട. ഒരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട അത്ര